ഗുഡ് മോർണിംഗ് യൂറോപ്പ് ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. വിസ കാലാവധി കഴിഞ്ഞ വിദ്യാർത്ഥികളെ നാടുകടത്താൻ ബ്രിട്ടൻ. വിസ കാലാവധി കഴിഞ്ഞ ബ്രിട്ടനിൽ തുടരുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി നാടുകടത്താൻ നീക്കങ്ങൾ ആരംഭിച്ചു ബ്രിട്ടൻ. നിയമപരമായി വിദ്യാർത്ഥി വിസയിൽ ബ്രിട്ടനിലെത്തിയ വിസ കാലാവധി കഴിയുന്നതോടെ അഭയത്തിനുള്ള അപേക്ഷ നൽകിയവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണിത്. അതോടൊപ്പം വിദേശ വിദ്യാർത്ഥികളുടെ ഫീസിന് മേൽ പുതിയ ലെവി ചുമത്തും. ഇത് വിദേശ വിദ്യാർത്ഥികൾക്ക് മേൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. ഇന്ത്യക്കാരടക്കം UK-യിൽ അഭയം തേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ തീരുമാനം വിനയാകും. ഇക്കഴിഞ്ഞ ജൂണിൽ അവസാനിച്ച ഒരു വർഷത്തിൽ ലഭിച്ച അഭയത്തിനുള്ള അപേക്ഷകളിൽ ഏകദേശം 13% അപേക്ഷകൾ UK-യിലേക്ക് സ്റ്റുഡന്റ് വിസയിൽ എത്തിയവരിൽ നിന്നായിരുന്നു എന്ന് ഹോം ഡിപ്പാർട്ട്മെന്റ് കണക്കുകൾ വ്യക്തമാക്കുന്നു. നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിനായി കൂടുതൽ ഭേദഗതികളാണ് സർക്കാർ ധവളപത്രത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഗ്രാജുവേറ്റഡ് വിസ കാലാവധി 2 വർഷം എന്നതിൽ നിന്നും 1.5 വർഷമായി ചുരുക്കും എന്നതാണ്. അതായത് പഠനം പൂർത്തിയാക്കിയ ശേഷം വിദേശ വിദ്യാർത്ഥികൾക്ക് ബ്രിട്ടനിൽ തൊഴിൽ ചെയ്യുവാനും അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുവാനും 2 വർഷം സമയം ലഭിച്ചിരുന്നത് ഇനി മുതൽ 1.5 വർഷമായി കുറയും. ഇത് വിദേശ വിദ്യാർത്ഥികൾക്ക് ബ്രിട്ടനിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കുറയും. എന്നാൽ ഈ നടപടികൾ UK വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്. വിദേശ വിദ്യാർത്ഥികളുടെ ഫീസിനു മേൽ പുതിയ ലെവി ചുമത്തുന്നത് വിദ്യാർത്ഥികൾക്ക് മേൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. ഇത് വിദേശ വിദ്യാർത്ഥികളുടെ ബ്രിട്ടനിലേക്കുള്ള വരവ് മന്ദഗതിയിലാക്കുമെന്ന് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ പറയുന്നു. അങ്ങനെ വിദേശ വിദ്യാർത്ഥികളുടെ വരവിനെ തടയുന്നത് ബ്രിട്ടീഷ് നഗരങ്ങളെ, പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റികൾ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും അവർ വ്യക്തമാക്കി. പ്രാദേശിക സമ്പദ്ഘടന തകരാൻ വരെ ഇത് ഇടയാക്കുമെന്ന ആശങ്കയും ചില സാമ്പത്തിക വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. റെയ്നറുടെ രാജിക്ക് വേണ്ടി ലേബറിനുള്ളിൽ മുറവിളി. കിഴക്കൻ എക്സസിലെ ഹോവിൽ 8 ലക്ഷം പൗണ്ടിന്റെ പുതിയ അപ്പാർട്ട്മെന്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ റെയ്നർ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. തന്റെ പുതിയ കടൽത്തീര വസതിക്ക് മതിയായ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകിയില്ല എന്ന് സമ്മതിച്ചതോടെ ഉപപ്രധാനമന്ത്രി ഏഞ്ചൽ റെയ്നക്കെതിരെ തിരിഞ്ഞ ലേബർ പാർട്ടി എംപിമാർ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അവരെ പിരിച്ചുവിടണമെന്നും പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമർക്ക് മുന്നിൽ എംപിമാർ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഹൗസിംഗ് സെക്രട്ടറി കൂടിയായ ഉപപ്രധാനമന്ത്രി ഏഞ്ചൽ റെയ്ന പുതിയ വീട് വാങ്ങുമ്പോൾ തെറ്റായ വിവരം നൽകി സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ 40,000 പൗണ്ട് ലാഭിച്ചു എന്നാണ് ആരോപണം. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ അവരുടെ നിയോജക മണ്ഡലമായ ആഷ്ടൺ അണ്ടർ ലൈനിൽ കുടുംബ വീട്ടിലെ രേഖകളിൽ നിന്നും തന്റെ പേര് നീക്കം ചെയ്തതാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് എന്നാണ് ആരോപണം. അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ ഹോവിലെ വീട് റെയ്നറിന്റെ ഉടമസ്ഥതയിലുള്ള 2ാമത്തെ വീടായി പരിഗണിക്കപ്പെടുമായിരുന്നു. UK നിയമപ്രകാരം 2ാമത്തെ വീടിന് അധിക നികുതി നൽകണം. കുട്ടികൾക്ക് റെഡ് ബോൾ, മോൺസ്റ്റർ തുടങ്ങിയ എനർജി ഡ്രിങ്കുകൾ നിരോധിക്കും. അമിതവണ്ണത്തിന് കാരണമാകും എന്നതിനാൽ പഠനത്തിലും മറ്റും ശ്രദ്ധിക്കാൻ കഴിയാതെ വരുമെന്നതിനും റെഡ് ബോൾ, മോൺസ്റ്റർ തുടങ്ങിയ എനർജി ഡ്രിങ്കുകൾ UK-യിൽ 16 വയസ്സിൽ താഴെ പ്രായമുള്ളവർ ഉപയോഗിക്കുന്നത് വിലക്കാൻ ആരോഗ്യ വകുപ്പ്. കുട്ടികളിൽ ഉറക്കം കുറയ്ക്കുന്ന റെഡ് ബുൾ, മോൺസ്റ്റർ, ലെസ്റ്റസ്, പ്രൈം എനർജി തുടങ്ങിയ പാനീയങ്ങളുടെ ഉപയോഗം നിരോധിക്കുന്ന തീരുമാനത്തെ ആരോഗ്യത്തെ വിദഗ്ധരും അധ്യാപിക യൂണിയനുകളും ദന്ത ഡോക്ടർമാരും സ്വാഗതം ചെയ്തു. കഴിഞ്ഞ വർഷത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ ലേബർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നുകൂടിയാണ് നിരോധനം. ഇത്തരം ഉത്തേജക വസ്തുക്കൾ ശരീരത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സ്കൂൾ കുട്ടികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയുക എന്നാണ് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ് ചോദിക്കുന്നത്. എനർജി ഡ്രിങ്കുകൾ പ്രത്യക്ഷത്തിൽ നിരുപദ്രവകാരികളായി കണ്ടേക്കാമെങ്കിലും അവ കുട്ടികളുടെ ഉറക്കം, ശ്രദ്ധ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, പഞ്ചസാര കൂടുതൽ അളവിൽ അടങ്ങിയ ഡ്രിങ്കുകൾ കുട്ടികളുടെ പല്ലുകളിൽ കേടുപാടുകൾ വരുത്തുകയും ചെയ്യും. ഒപ്പം അമിതവണ്ണത്തിനും കാരണമാകും. ലിറ്ററിൽ 150 മില്ലിഗ്രാമിലധികം കഫേൻ കലർന്ന ഏതൊരു പാനീയവും 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിൽക്കുന്നതിൽ നിന്നും ഷോപ്പുകൾ, കഫേകൾ, റെസ്റ്റോറന്റുകൾ, വെബ്സൈറ്റുകൾ എന്നിവ വിലക്കുകയാണ്. ഓൺലൈൻ സുരക്ഷാ നിയമങ്ങൾ ബ്രിട്ടനെ ഒരു ഏകാധിപത്യ രാജ്യമായി മാറ്റുമോ? ഓൺലൈൻ സുരക്ഷാ നിയമങ്ങൾ കർക്കശമാക്കിയതോടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങ് വീണിരിക്കുകയാണെന്നും ബ്രിട്ടൻ ഒരു ഏകാധിപത്യ രാജ്യമായി മാറുകയാണെന്നും നെയ്ജൽ ഫജാർ ആരോപിച്ചു. ബ്രിട്ടൻ അധികൃതർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്താൽ സാങ്കേതിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ള വിദേശികൾ പോലും വിമാനത്താവളങ്ങളിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഐറിഷ് എഴുത്തുകാരനായ ഗ്രഹാം ലീനെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഫരാജിന്റെ പ്രസ്താവന. ബ്രിട്ടന്റെ ഓൺലൈൻ സുരക്ഷാ നിയമം അമേരിക്കക്കാരെ എങ്ങനെ ബാധിക്കുമെന്നത് അന്വേഷിക്കുന്ന ഹൗസ് ജുഡീഷ്യൽ കമ്മിറ്റിക്ക് മുൻപാകെ തെളിവ് നൽകാൻ വാഷിംഗ്ടണിൽ എത്തിയതായിരുന്നു ഫരാജ്. തന്റെ ചില ട്വീറ്റുകളുടെ പേരിൽ തന്നെ ഇന്നലെ ഹീത്രൂ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന്
ലിനെ ഹാൻസിന്റെ പ്രസ്താവന അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. പൊന്നോണം, തകർത്തോണം, തിമിർത്തോണം ഗംഭീരമാക്കി നിമ. നോർത്തേൺ അയർലൻഡ് മലയാളി അസോസിയേഷൻ നിമ സംഘടിപ്പിച്ച പൊന്നോണം, തകർത്തോണം, തിമിർത്തോണം 2025 വർണ്ണശബളമായ ആഘോഷങ്ങളോടെ ബെൽഫാസ്റ്റിലെ ഗിർവുഡ് ഹാളിൽ നടന്നു. ഓണാഘോഷത്തിന്റെ ഔപചാരിക പരിപാടികൾ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ബെൽഫാസ്റ്റിലെ ആക്ടിംഗ് കോൺസുൽ ജനറൽ VVS രാമകൃഷ്ണനും പത്നി പൂർണിമ രാമകൃഷ്ണനും ചേർന്ന് ഭദ്രദീപം തെളിച്ചു നിർവഹിച്ചു. തുടർന്ന് മഹേഷ് കുമാർ, പാരിതോഷ് പഞ്ചാൽ മോഹൻ, നിമയുടെ ഓഫീസ് ഭാരവാഹികൾ എന്നിവരും ഭദ്രദീപം തെളിയിച്ചു. വർണ്ണവൈവിധ്യങ്ങളുടെ നിറഞ്ഞ കലാ സാംസ്കാരിക പരിപാടികൾ സദസ്സിനെ ഇളക്കിമറിച്ചു. 4 വയസ്സു മുതൽ 40 വയസ്സ് വരെയുള്ള കലാപ്രതിഭകളെ അണിനിരത്തി പ്രാണ ബെൽഫാസ്റ്റ് അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ്, ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേള, വയലിൻ ഫ്യൂഷനിൽ വിസ്മയ പ്രകടനവുമായി ആഡംസ് ബിനു കലാകേരളിയുടെ DJ വിത്ത് ചെണ്ടമേളം എന്നിവയും കാണികളെ ആവേശഭരിതരാക്കി. വടംവലിയുടെ ആവേശം, പ്രൊഫഷണലിസവും മത്സരം കേരളത്തിൽ നടക്കുന്ന പുത്തൻ അനുഭവമായി. 24 ഇനങ്ങളടങ്ങിയ സദ്യ നാടിന്റെ ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ഉത്രാട ഗാന വിസ്മയമൊരുക്കാൻ ലയം. ഡൽഹിയിലെ കേരള ഹൗസ് കോൺഫറൻസ് ഹാളിൽ വേറിട്ടൊരു സംഗീത വിരുന്നുമായി ഉത്രാട നാളിൽ ലയം ഓർക്കസ്ട്ര ആൻഡ് കൾച്ചറൽ ഗ്രൂപ്പ് എത്തുന്നു. 24 ഗായകർ പങ്കെടുക്കുന്ന മലയാള ചലച്ചിത്ര ലോകത്തെ 51 ജനകീയ യുഗ്മഗാനങ്ങൾ കോർത്തിണക്കി നടത്തുന്ന ഈ പരിപാടി നയിക്കുന്നത് ഗായകനും പരിപാടിയുടെ സംവിധായകനുമായ അജി കുമാർ മേടയിലാണ്. സിദ്ധാർത്ഥ്, അംബിക ശേഖർ, മാളവിക അജികുമാർ, വിനോദ് വിജയൻ, മിനി മനോജ് ശ്രീനിവാസൻ, ദേവിക മേനോൻ, നിത്യ, രശ്മി, ജയ, പുഷ്പ ഗോപൻ, സുമി നിമിൽ, അശ്വിൻ ശാന്തോത് ബാലൻ, ആശ ജയകുമാർ, സതീഷ്, മനോജ്, സുധ, കാർത്തിക, സരൾ തുടങ്ങിയ ഡൽഹിയിലെ നിരവധി ഗായകർ പങ്കെടുക്കുന്ന ഈ അപൂർവ ഗായക സംഗമം സെപ്റ്റംബർ 4 വ്യാഴാഴ്ച വൈകിട്ട് 5:30 മുതൽ കേരള ഹൗസ് കോൺഫറൻസ് ഹാളിൽ അരങ്ങേറും. വീണ്ടും വൈറലായി UK മലയാളി കൂട്ടായ്മ. കലവറയിലെ ഒരുക്കങ്ങൾ ആഘോഷമാക്കി UK മലയാളി കൂട്ടായ്മ. 50 പേർ ചേർന്ന് ഒരുക്കിയ 500 പേർക്കുള്ള സദ്യയുടെ ദൃശ്യങ്ങൾ വൈറലാകുന്നു. 500 പേർക്കുള്ള ഓണസദ്യയ്ക്കായുള്ള പച്ചക്കറിയും മറ്റു ചേരുവകളും എത്തിക്കുന്നതു മുതൽ 26 വിഭവങ്ങൾ കലവറയിൽ ഒരുക്കി വിളമ്പിയത് വരെ വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ലണ്ടനിലെ UK മലയാളി കൂട്ടായ്മ. 50 പേർ ചേർന്ന് ദിവസങ്ങളോളം നടത്തിയ തയ്യാറെടുപ്പുകൾ സിനിമാ ഗാനങ്ങളെ വെല്ലുന്ന രീതിയിൽ ഒരു വീഡിയോ കൂടിയായി മാറിയപ്പോൾ നോർത്ത് വെസ്റ്റ് ദേശ് ലണ്ടനിലെ പ്രവാസി ഐക്യത്തിന്റെയും ഓണാവേശത്തിന്റെ പ്രതീകമായി. ഔദ്യോഗിക ഭാരവാഹികളില്ലാതെ ഈ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും ഓരോ വർഷവും സ്വമയം മുന്നോട്ട് വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പരിപാടികൾ ഒരുക്കുന്നത്. അങ്ങനെ ഒരു സംഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നും പുറത്തു വന്നു ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചതിന്റെ 10ാം വാർഷികം കൂടിയായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം. ഷെഫ് ഫെഫിന്റെ തോമസ് ജോയുടെയും നേതൃത്വത്തിൽ ഒരുങ്ങിയ സദ്യയുടെ പിന്നണി രംഗങ്ങൾ ചിത്രീകരിച്ചത് റോമി ജോർജ്, അരുൺ ജോയ് എന്നിവർ നയിച്ച സംഘമാണ്. കേരളത്തിലുടനീളം നിന്നുള്ളവർ പങ്കെടുത്ത ഈ അപൂർവ ഒത്തുചേരൽ നാട്ടിൽ നിന്നും സന്ദർശകരായി എത്തിയ മാതാപിതാക്കളും ഒത്തുചേർന്നു. അത്തന്നാളിൽ ഓണപ്പൂരമൊരുക്കി ബെൽഫാസ്റ്റ് മലയാളികൾ. ബെൽഫാസ്റ്റ് മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ ആഗസ്റ്റ് 26 ബാലി ഹാക്മോർ പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. കേരളത്തിന്റെ തനിമ നിറഞ്ഞ കലാപരിപാടികളും സാംസ്കാരിക ആഘോഷങ്ങളും നിറഞ്ഞ ഓണാഘോഷം ബെൽഫാസ്റ്റിലെ മലയാളി സമൂഹത്തിന് അപൂർവമായ അനുഭവമായി. ശ്രീഹരിയുടെ നേതൃത്വത്തിലുള്ള കലാകേളി വാദ്യ സംഘത്തിന്റെ ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയുള്ള മാവേലി എഴുന്നള്ളത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. പൂക്കളങ്ങളും ചെണ്ടമേളവും ഗാനമേളയും ഓണക്കളിയും ആഘോഷങ്ങൾക്ക് പുതുമയും വൈവിധ്യവും നൽകി. പ്രാണ ഡാൻസ് സ്കൂളിന്റെ അധ്യാപിക അനഘയും BMAയുടെ കലാകാരികളും ചേർന്ന് അവതരിപ്പിച്ച തിരുവാതിരയും ജൂലി, ഹബീബ്, ഷാരൂൺ എന്നിവയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ സിനിമാറ്റിക് നൃത്തങ്ങളും ശ്രദ്ധേയമായി. കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക മത്സരങ്ങൾക്കും ജാസ് ബീറ്റ്സിന്റെ ഗാനമേളയ്ക്കും വലിയ പ്രേക്ഷക പിന്തുണ ലഭിച്ചു. ആഘോഷങ്ങളുടെ ഹൈലൈറ്റായി മലയാളി മങ്ക. കേരള ശ്രീമാൻ മത്സരത്തിൽ മലയാളി മങ്കയായി ധന്യ അനീഷിനെയും കേരള ശ്രീമാനായി ശ്രീയക്കിനെയും തിരഞ്ഞെടുത്തു. പുരുഷന്മാരുടെയും വനിതകളുടെയും വടംവലി മത്സരങ്ങൾ ആവേശഭരിതമായി അന്തരീക്ഷം സൃഷ്ടിച്ചു. DJ അരുണും കലാകേരളയും ചേർന്ന് ബെൽഫാസ്റ്റിൽ ആദ്യമായി നടത്തിയ DJ വിത്ത് ചെണ്ടമേളം ഓണാഘോഷത്തിൽ പങ്കെടുത്തവർക്ക് പുത്തൻ അനുഭവമാണ് സമ്മാനിച്ചത്. മാവേലി വിളക്കു തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തിയ ചടങ്ങിൽ BMA സെക്രട്ടറി ആതിര അനൂപ്, പ്രസിഡന്റ് ജയൻ മലയിൽ, NC ഹെൽത്ത് കെയർ ഡയറക്ടർ മഹേഷ് സച്ദേവ് എന്നിവർ ഓണാശംസകൾ അർപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ബിജിൽ, ജോയിന്റ് സെക്രട്ടറി അനു ശരത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജൂലി, ഉണ്ണിമായ, വിനു ഡേവിസ്, പ്രദീപ്, ലാലു അലക്സ്, ശ്രീജിത്ത്, സിജോ എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കെന്റ് ശ്രീ ധർമ്മശാസ്ത്ര വിനായക ക്ഷേത്രത്തിൽ ഒറ്റയപ്പ നിവേദ്യം.
ശ്രീ മഹാഗണപതിയും ശ്രീ ധർമ്മശാസ്താവും തുല്യ പ്രാധാന്യത്തോടെ വാണരുളുന്ന കെന്റ് ശ്രീ ധർമ്മശാസ്ത്ര വിനായക ക്ഷേത്രത്തിൽ സെപ്റ്റംബർ 5-ാം തീയതി ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ രാവിലെ 8 മണിക്ക് വിനായക സ്വാമിയുടെ ഇഷ്ട വഴിപാടായതും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി സമർപ്പിതമാവുന്ന ഒറ്റയപ്പ നിവേദ്യം നടക്കും. ക്ഷേത്രതന്ത്രി സൂര്യകാലടി ബ്രഹ്മശ്രീ സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മത്തിൽ സാക്ഷ്യം വഹിക്കാൻ എത്തണമെന്ന് കെന്റ് അയ്യപ്പ ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അന്വേഷണങ്ങൾക്കും താഴെ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.34 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.13 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 102.70 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.83 ഇന്ത്യൻ രൂപ. മോർണിംഗ് ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.